ഞാൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് എറണാകുളത്ത് ആലുവയിൽ പ്രവർത്തിക്കുന്ന കരിമണൽ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും മാസം തോറും 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിലേക്ക് പോകുന്നതായി തെളിഞ്ഞു. അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി എക്സാലോജിനെ പറ്റി അന്വേഷിച്ചാൽ ഞാൻ പറഞ്ഞ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരും. കേരളത്തിലെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. കാരണം അവരുടെ എല്ലാം തലപ്പത്തിരുന്നു കൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി സത്യം മറച്ചു വെക്കാൻ കണ്ണടഞ്ഞു പോയ ധൃതരാഷ്ട്രർ പുത്രവാത്സല്യം കൊണ്ട് തകർന്ന ചരിത്രമാണെങ്കിൽ പുത്രി വാത്സല്യം കൊണ്ട് തകരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കഥയാവും കേരളം ദർശിക്കാൻ പോകുന്നത്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കും. നമസ്കാരം. ഏകഛത്രാധിപതിയായി വാഴുന്ന CPM-ന്റെ ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി വാഴുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെയെങ്കിലും പേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ SFIO ഉദ്യോഗസ്ഥരായി എത്തിയിരിക്കുന്ന SFIO ഏജൻസിയുടെ ചുമതലക്കാരനായ, അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ തലവനായ അരുൺ പ്രസാദിനെ തന്നെയാണ്. ലാവ്ലിൻ കേസടക്കം നിരവധി കേസുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നിട്ട് പോലും, അതായത് സുപ്രീം കോടതിയിൽ ഇന്ന് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നുണ്ട്. 38ാമത് തവണയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ലാവ്ലിൻ പരിഗണിക്കപ്പെടുന്നത്. ഇത് പറയുവാൻ കാരണം 37 തവണ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ വരെ തന്റെ കേസ് മാറ്റിവെപ്പിക്കുവാനുള്ള സ്വാധീനം ഉള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലോ കേരളത്തിലോ ആരെയെങ്കിലും ഭയക്കുന്നുണ്ട് എങ്കിൽ അത് അരുൺ പ്രസാദിനെയാണ്, SFIO ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദിനെയാണ്. ഇത് പറയാൻ കാരണം രാജീവ് ഗാന്ധി സർക്കാരിലും നരസിംഹറാവു സർക്കാരിലും മൻമോഹൻ സിംഗ് സർക്കാരിലും ഉയർന്ന മന്ത്രി സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലടക്കം നിരവധി ഉയർന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന തമിഴ്നാട്ടിലെ ചിദംബരം ചെട്ടിയാർ എന്നറിയപ്പെടുന്ന ചിദംബരം എന്ന മന്ത്രിയെ പോലും തീഹാർ ജയിലിൽ കിടത്തുവാൻ കഴിവുള്ള പ്രാപ്തി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അരുൺ പ്രസാദ്. ഉദ്യോഗസ്ഥനാണ് അരുൺ പ്രസാദ്. അതായത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ചിദംബരവും ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരവും നടത്തിയ INX മാക്സ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നത് അരുൺ പ്രസാദിന്റെ കീഴിലുള്ള SFIO സംഘടന തന്നെയാണ്. കേന്ദ്രമന്ത്രിയായിരുന്ന, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ചിദംബരത്തെ പോലും സുപ്രീം കോടതിയിൽ അഭിഭാഷകനാണ് ചിദംബരവും ചിദംബരത്തിന്റെ ഭാര്യയും. സുപ്രീം കോടതിയിൽ മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ചിദംബരത്തെയും ചിദംബരത്തിന്റെ മകൻ കാർത്തിക് ചിദംബരത്തിന്റെയും, തമിഴ്നാട്ടിൽ വലിയ വ്യവസായ ശൃംഖലകളുടെ അധിപനായ കാർത്തിക് ചിദംബരത്തെയും തീഹാർ ജയിലിൽ കിടത്തുവാൻ പോന്നത്ര ആർജവം കാണിച്ച, അന്വേഷണത്തിൽ ഊർജ്ജസ്വലത കാണിച്ച, കൃത്യമായ നിഷ്പക്ഷത പാലിച്ച ഉദ്യോഗസ്ഥനാണ് അരുൺ പ്രസാദ്. ഈ അരുൺ പ്രസാദ് തന്നെയാണ് വാസവൻ ഐ കെയറുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലും അവർക്കെതിരെയും കൃത്യമായ നടപടികൾ കൈക്കൊണ്ടത്. പിന്നീട് പത്തനംതിട്ടയിലെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള മാതാപിതാക്കളുടെ ഡോക്ടേഴ്സ് ആയ പെൺമക്കൾ വരെ അടങ്ങുന്ന ഒരു സംഘത്തിന്റെ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പും കണ്ടെത്തിയതും ഈ അരുൺ പ്രസാദിന്റെ കീഴിലുള്ള SFIO സംഘം തന്നെയാണ്. യാതൊരു തരത്തിലും ഉള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ നിഷ്പക്ഷമായി, നിസ്വാർത്ഥരായി ഉദ്യോഗത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്ന ഇവരെ ഒരു കാരണവശാലും ആർക്കും ഇന്നേ വരെയും കേരളത്തിൽ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല. ഇവരാണ് ഇപ്പോൾ വീണ വിജയന്റെ CMRL നിന്നുള്ള മാസപ്പടി വിവാദം അന്വേഷിക്കുവാൻ എത്തുന്നത് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അരുൺ പ്രസാദിനെ മാത്രമാണ്. മാസപ്പടി വിവാദം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അല്ല എന്നുണ്ടെങ്കിൽ K-ഫോൺ അഴിമതി, ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നത് പോലെ തേഞ്ഞു മാഞ്ഞു പോകും എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇതിന് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ അന്വേഷണം മാത്രം പോരാ, SFIOയുടെ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്തിടെ BJP-യിലേക്ക് എത്തിയ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, അദ്ദേഹം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFIO രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത. കൊച്ചിയിലെ ഇൻകം ടാക്സ് ഓഫീസിൽ, അതായത് പ്രിൻസിപ്പൽ ഇൻകം ടാക്സ് ഓഫീസിലെത്തി അവർ ഇന്നലെ തന്നെ രേഖകൾ കരസ്ഥമാക്കിയിരുന്നു.
തുടർന്ന് ഇന്നലെ CMRLന്റെ ആലുവയിലുള്ള ഓഫീസുകളിൽ കൃത്യമായ രീതിയിൽ റൈഡ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വസ്തുത. CMRLന്റെ ഉടമയായ ശശിധരൻ കർത്ത കരിമണൽ ഖനനം നടത്തുന്നതിന് ആലപ്പുഴ തീരത്തെ തോട്ടപ്പള്ളി തീരത്ത് നിന്നും കരിമണൽ ഖനനം നടത്തുന്നതിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും സാംസ്കാരിക നായകന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഏതാണ്ട് 135 കോടി രൂപയാണ് കൈക്കൂലിയായി കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനും 1,72,00,000 രൂപ കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ CMRL കർത്തയാവട്ടെ തന്റെ ലാഭവിഹിതത്തിൽ നിന്നല്ല ഇത് കൊടുത്തിരിക്കുന്നത്, ഇത് ചിലവ് ഇനത്തിൽ തന്നെയാണ് CMRL കർത്ത ഇത് എഴുതിയിരിക്കുന്നത്. എന്നാൽ GST ഇതിന് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ CMRL കർത്തയ്ക്ക് ഇൻകം ടാക്സിൽ ഇതിന് ഈ 135 കോടി രൂപയ്ക്ക് GST അടയ്ക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് ഇത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഈ വിവരങ്ങൾ കടന്നുകൂടിയത്. അതുമുതലാണ് വീണ വിജയന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കഷ്ടകാലം ആരംഭിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തും ലാവലിനും ഉൾപ്പെടെയുള്ള നിരവധി പ്രമാദ കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരയായി നിന്നപ്പോൾ, അല്ലെങ്കിൽ പ്രതിയാണ് എന്ന് സംശയിക്കപ്പെട്ടു നിന്നപ്പോൾ, തന്റെ അന്തം കമ്മികളായ PRO ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോഴും പിടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ചുവടുകൾ പിഴയ്ക്കുന്നു. ഒരു കാരണവശാലും സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചതുപോലെ SFIOയുടെ അന്വേഷണത്തിൽ നിന്ന് തന്റെ മകളെ രക്ഷിക്കുവാൻ വേണ്ടി പിണറായി വിജയനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഏത് വിധേനയും തട്ടിപ്പ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് വിശദമായ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ. ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് അഡ്രസ്സായി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് AKG സെന്ററിന്റെ അഡ്രസ്സാണ്. അതായത് ഏതെങ്കിലും വിധത്തിൽ ഒരു അഴിമതി ആരോപണമോ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ രക്ഷപ്പെടുവാൻ പറ്റും. അതിലുപരിയായി AKG സെന്ററിന്റെ വിലാസം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അന്വേഷണ ഏജൻസിയും അങ്ങോട്ടേക്ക് എത്തില്ല എന്നുള്ള നിഗൂഢമായ ഒരു വിശ്വാസത്തിന്റെ തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ വിജയൻ മനഃപൂർവ്വമായി തന്നെ തന്റെ വിലാസത്തിൽ AKG സെന്റർ വച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ അരുൺ പ്രസാദ് നയിക്കുന്ന SFIO പോലുള്ള ഓർഗനൈസേഷനുകൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ബാധകമല്ല എന്നുള്ളത് കണ്ടറിയുവാൻ പിണറായി വിജയനോ പിണറായി വിജയന്റെ മകൾക്കോ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. പിണറായി വിജയൻ ഇത്രത്തോളം അധപതനത്തിലേക്ക് നീങ്ങുവാൻ കാരണം കൃത്യമായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു ബുദ്ധി സ്ഥിരാകേന്ദ്രം ഇല്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. PV കമ്പനീസിന്റെ, അതായത് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിന്റെയും എല്ലാ സാമ്പത്തിക ക്രമക്കേടുകളും അങ്ങോട്ടേക്ക് അഴിമതി പണം ഒഴുകുവാൻ വേണ്ടി എല്ലാ തരത്തിലും ഒത്താശ ചെയ്ത് ഓരോരോ പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ തന്നെയായിരുന്നു. ശിവശങ്കർ അഴിമതി കേസിൽ അകത്തു പോവുകയും പിന്നീട് മുഖ്യമന്ത്രിയുമായി ഉണ്ടായ അകൽച്ചയെ തുടർന്ന് തന്നെ ഇപ്പോൾ ശിവശങ്കരന്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും PV കുടുംബത്തിന് സംരക്ഷണമായി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ബുദ്ധി കേന്ദ്രത്തിന്റെ യാതൊരുവിധ സേവനങ്ങളും പിണറായി വിജയന് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രത്തോളം കഷ്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കുവാൻ പിണറായി വിജയന് ഇപ്പോൾ വിശ്വസ്തരായ ഒരാൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ വിജയനും പിണറായി വിജയനും ഇത്രത്തോളം ഗതികേട് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മിടുക്കന്മാരായ, അതായത് അതിസമർത്ഥന്മാരായ, നിസ്വാർത്ഥരായ, നിഷ്പക്ഷരായ, രാജ്യസ്നേഹമുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ് SFIO എന്നുള്ളത്. SFIO എന്ന ഈ ഓർഗനൈസേഷനിൽ ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത് അരുൺ പ്രസാദ് ആണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അരുൺ പ്രസാദിനെ ഒപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കൂടെ നിൽക്കുന്ന ആളുകളുടെ പേരുകൾ കൂടി കേൾക്കുമ്പോഴാണ് ഇവരെല്ലാവരും പുലികളല്ല പുപ്പുലികൾ ആണ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പിണറായി വിജയന് ഇവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല. ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചതുപോലെ ഈ കേസിൽ ഒരു കാരണവശാലും ഒരു സ്വാധീനവും നടക്കില്ല എന്ന് മനസ്സിലായ പിണറായി വിജയൻ ഇപ്പോൾ വിയർക്കുന്നു, അദ്ദേഹത്തിന്റെ ഇരട്ട ചങ്കിടിക്കുന്നു എന്ന് തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. SFIO എന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നയിക്കുന്നവരുടെ പേരുകൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അരുൺ പ്രസാദ് ആണ് ഈ SFIO എന്ന ഓഫീസിനെ നയിക്കുന്ന തലവൻ. പ്രസാദ് ആഡ്ലി, K പ്രഭു, A ഗോകുൽനാഥ്, MS നാരായണൻ, VS വരുൺ എന്നീ
ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ SFIO അന്വേഷണവുമായി കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ CMRLന്റെ ഓഫീസിൽ, അതായത് ആലുവ CMRLന്റെ ഓഫീസിൽ ഇവർ കൃത്യമായ രീതിയിൽ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ റെയ്ഡിൽ എന്തെല്ലാം വിലപ്പെട്ട വിവരങ്ങളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും റെയ്ഡ് വരുന്നു എന്നുള്ള കാര്യങ്ങൾ CMRL കർത്ത അറിഞ്ഞു. പക്ഷെ ഒരു കാരണവശാലും ഒരു രേഖകളും അവർക്ക് അവിടെ നിന്ന് മാറ്റുവാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, പ്രിൻസിപ്പൽ ഇൻകം ടാക്സ് ഓഫീസിൽ, അതായത് കൊച്ചിയിലുള്ള പ്രിൻസിപ്പൽ ഇൻകം ടാക്സ് ഓഫീസിൽ ഇത്തരം വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം തന്നെയാണ് SFIO എത്തിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ CMRLന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത്. ഇനി തീർച്ചയായും ഇവർ എത്താൻ പോകുന്നത് AKG സെന്ററിലേക്കായിരിക്കും. കാരണം വീണ വിജയൻ നൽകിയിരിക്കുന്ന അഡ്രസ് AKG സെന്റർ പാളയം എന്ന് തന്നെയാണ്. തീർച്ചയായും AKG സെന്റർ വാരി വലിച്ച് മാന്തി പറിച്ച് ഇളക്കി മറിച്ച് അവർ അന്വേഷണം നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിണറായി വിജയന് നിയമം ഉപദേശിച്ചു കൊടുക്കുന്ന ഏത് തന്ത്രശാലികൾ ഉണ്ടായിരുന്നാലും SFIO ഉദ്യോഗസ്ഥരുടെ മുൻപിൽ നിന്നും അവർക്ക് യാതൊന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. വേണ്ടത്ര രേഖകൾ അവർ കരസ്ഥമാക്കി കഴിഞ്ഞു. അതിനുശേഷം തന്നെയാണ് CMRL ഓഫീസിലേക്ക് ഇവരെത്തിയത്. CMRL നിന്നും ഇവർക്ക് കൃത്യമായ രേഖകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെയും പൂട്ടുവാനുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുവാൻ കാരണം CMRL എന്ന കമ്പനി സർക്കാർ സ്ഥാപനമായ KSIDCക്ക് CMRL കമ്പനിയിൽ ഏതാണ്ട് 13% ഓഹരിയുണ്ട്. അതുകൊണ്ട് തന്നെ CMRLന്റെ എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് KSIDCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 ഉപദേഷ്ടാക്കളാണ് അവരുടെ എക്സിക്യൂട്ടീവ് ബോർഡിലുള്ളത്. ഇവരെ നിയന്ത്രിക്കുന്നതാവട്ടെ സർക്കാരിന്റെ ചുമതലക്കാരൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. മുഖ്യമന്ത്രിക്ക് ഇതിന് കൃത്യമായ പങ്കുണ്ട്. വീണ വിജയൻ അടക്കമുള്ളവർക്ക് 135 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് CMRL കർത്തയുടെ അക്കൗണ്ട് ബുക്കിൽ കണ്ട വിവരങ്ങൾ എല്ലാം തന്നെ SFIO ശേഖരിച്ചു വച്ചിരിക്കുന്നു. മാത്രമല്ല, CMRL കർത്ത ഇനി ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള പ്രതിസന്ധിയിലായിരിക്കുന്നു. ആർക്കൊക്കെ ഏതൊക്കെ ഇനത്തിൽ എന്ന് എവിടെ വെച്ച് എങ്ങനെയൊക്കെ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് CMRL കർത്തയെ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായി അദ്ദേഹം പറയും. അതിന് ഒരു കാരണം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് CMRL ഇന്നലെ റെയ്ഡ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിവിധ രേഖകൾ പിടിച്ചെടുക്കുന്നു. സംശയം തോന്നിയ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ കിളി പോലെ മണി പോലെ ഇവരെല്ലാവരും SFIO ഉദ്യോഗസ്ഥർക്ക് മറുപടി കൊടുത്തിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി കിട്ടിയിരിക്കുന്നു. കൃത്യമായ രേഖകൾ SFIO കളക്ട് ചെയ്തിരിക്കുന്നു. ഇനി AKG സെന്ററിലേക്ക് ചെല്ലും. AKG സെന്ററിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഇവർ ചെല്ലും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്താരെയും പേടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അവരുടെ CPM-കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇരട്ടച്ചങ്കൻ ഇപ്പോൾ ഇരട്ടച്ചങ്കിടിച്ച് കരയുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കുവാൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ചിദംബരത്തെ പോലും അകത്തിടാൻ സാധിച്ച, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്ന വലിയ വ്യവസായിയായ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ ചിദംബരത്തിന് പോലും തീഹാർ ജയിലിൽ കഴിയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുവാൻ SFIOക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചിദംബരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ ഒന്നുമല്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ മകളും തീഹാർ ജയിലിൽ ഇടം തേടും. അല്ലെങ്കിൽ അവർ തീഹാർ ജയിലിൽ അടച്ചതിന് ശേഷം മാത്രമായിരിക്കും SFIO ഉദ്യോഗസ്ഥർ കേരളത്തിൽ നിന്നും മടങ്ങുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും SFIOയുടെ അന്വേഷണം 6 മാസത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളത് തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ കാലയളവിൽ ഈ കാര്യങ്ങൾ നിർവഹിച്ചിരിക്കും. പിണറായി വിജയനും വീണ വിജയനും കൃത്യമായി തന്നെ പോയിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ മൺമറഞ്ഞു പോയ PT തോമസ് MLA ചില നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേ തന്നെ CMRL എന്ന കരിമണൽ ഖനന കമ്പനി പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതവും ഇത് ഖനനം ചെയ്തെടുത്ത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ CMRL കർത്തയ്ക്ക് ഒത്താശ ചെയ്യുന്നു എന്ന് തന്നെയായിരുന്നു അന്ന് PT തോമസ് പറഞ്ഞത്. ഒരു പ്രവചനത്തിന്റെ സ്വഭാവ രീതിയിൽ അന്ന് PT തോമസ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഫലിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. PT തോമസ് എന്ന പൊതുപ്രവർത്തകന്റെ ദീർഘവീക്ഷണത്തിന് മുമ്പിൽ, രാജ്യസ്നേഹത്തിന് മുമ്പിൽ നന്ദി അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് സ്മരണാഞ്ജലി ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. PT തോമസ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അനർത്ഥമായിരിക്കുന്നു. കേരളം അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കരിമണൽ ഖനനത്തിലൂടെ കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ നശിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുനിന്ന പിണറായി വിജയന്റെ മകളും കാശ് വാങ്ങിയിട്ടുണ്ട്, കോഴ വാങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഇതിന്റെ പങ്കുപറ്റിയിട്ടുണ്ട് എന്നറിയുമ്പോൾ അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതം ഏത് തന്നെയാണ്, ഏത് വഴിയിലാണ് കേരളത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും.
ഉണ്ടാവും. എന്നാൽ ഇതിനെല്ലാം കൃത്യമായ ഒരു വിരാമം ഉണ്ടാകുന്നു. ആദ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, പിന്നീട് മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അധികം വൈകാതെ SFIO ഈ ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളും തിഹാർ ജയിലിലായിരിക്കും. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന പദവും ഇവർ ക്ലോസ് ചെയ്തിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് CPM-ഉം പിണറായി വിജയനെ കൈവിടുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും ഈ ഒരു വിഷയത്തിൽ താങ്ങേണ്ടതില്ല എന്ന് തന്നെ CPM തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അനൌദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. മനഃപൂർവ്വം CPM-നെ വെട്ടിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി CPM-ഉമായി ആലോചിക്കാതെ തന്നെയാണ് AKG സെന്ററിന്റെ മേൽവിലാസം വീണ വിജയനും പിണറായി വിജയനും അവരുടെ എക്സാലോജിക് എന്ന കമ്പനിക്ക് എഴുതി ചേർത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ CPM-നെയും പിണറായി വിജയൻ വഞ്ചിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് CPM-ന്റെ തീരുമാനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് പിണറായി വിജയന് എതിരെ SFIO അന്വേഷണവുമായി അറസ്റ്റുമായി വരുന്നതിന് മുമ്പ് തന്നെ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി CPM മുഖ്യമന്ത്രിയെ SFIO അറസ്റ്റ് ചെയ്തു എന്നുള്ള ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി പിണറായി വിജയനിൽ നിന്നും രാജി ആവശ്യപ്പെടാൻ CPM ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് കിട്ടുന്നത്. ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ആ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ രാജിവെച്ചൊഴിയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.